PSC എക്സാമുകളിൽ പ്രത്യേകിച്ച് LDC എക്സാമിന് അത്രയും പ്രാധാന്യമുള്ളൊരു ഭാഗമാണ്. അല്ലെങ്കിൽ റിട്ടുകളെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ വളരെ സാധ്യതയുള്ളൊരു കാര്യവുമാണ് റിട്ടുകളെ സംബന്ധിച്ച്. അപ്പോൾ റിട്ടുകളെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ള അത്രയും പ്രാധാന്യമുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, പക്ഷേ റിട്ടുകളുമായി ബന്ധപ്പെട്ട് അത്ര പ്രാധാന്യമുള്ളതാണ്. ഉറപ്പായും പഠിച്ചു വെക്കേണ്ടതാണ്. എപ്പോഴും പറയും പോലെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാണാതെ പഠിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുന്നതിലാണ് കാര്യം. നമുക്ക് സമയം കളയാതെ നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകനാണ് ഹേബിയസ് കോർപ്പസ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹേബിയസ് കോർപ്പസ് എന്നാൽ ശരീരം ഹാജരാക്കുക എന്നാണ്. ശരീരം, വ്യക്തി, ഈ വാക്കുകളെ കണക്ട് ചെയ്ത് നോക്കുക. ഹേബിയസ് കോർപ്പസ് എന്നാൽ ശരീരം ഹാജരാക്കുക. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകനാണ് എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തതായിട്ട് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മൻഡാമസ്. എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മൻഡാമസ്. മൻഡാമസ് എന്ന് വെച്ചാൽ അധികാര സ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മൻഡാമസ്. അപ്പോൾ എന്താണ്? അധികാര സ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ് മൻഡാമസ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മൻഡാമസ്. അപ്പോൾ നമ്മൾ 2 റിട്ടുകളാണ് പറഞ്ഞത്. ഒന്ന്, ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന അധികാര സ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ് മൻഡാമസ്. അടുത്ത റിട്ടുകൾ നോക്കാം നമുക്ക്. നാം സാക്ഷ്യപ്പെടുത്തുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് സെർഷ്യോററി. എന്താണ്? നാം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഈ സെർഷ്യോററി എന്നുള്ളതിനും സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെയും ഇക്ഷ ഇല്ലേ, അതൊന്ന് ഓർത്ത് വെച്ചാൽ. അപ്പം എന്താണ്? സെർഷ്യോററി എന്ന് കാണുമ്പോഴും അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് കാണുമ്പോൾ അതൊന്ന് ചുമ്മാ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും. അതുകൊണ്ട് നാം സാക്ഷ്യപ്പെടുത്തുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് സെർഷ്യോററി. അടുത്തത് എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥം വരുന്ന റിട്ടാണ് കോവാറൻഡോ. എന്താണ്? എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥം വരുന്ന റിട്ടാണ് കോവാറൻഡോ. എന്താണ്? എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥം വരുന്ന റിട്ടാണ് കോവാറൻഡോ. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സ്റ്റേയും എന്താണ്? തടഞ്ഞു വെക്കുക എന്നൊക്കെ ഉള്ള ഒരർത്ഥം നമ്മൾ ഉദ്ദേശിക്കാറില്ലേ, അത് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ. സ്വകാര്യ വ്യക്തികൾ, ഗവർണർ, രാഷ്ട്രപതി എന്നിവർക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടാണ് മൻഡാമസ്. എന്താണ്? സ്വകാര്യ വ്യക്തികൾ, ഗവർണർ, രാഷ്ട്രപതി എന്നിവർക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടാണ് മൻഡാമസ്. നമ്മൾ ഏതൊക്കെ റിട്ടുകൾ പറഞ്ഞു? ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻഡോ. ഇതിൽ സ്റ്റേ ഓർഡർ എന്നർത്ഥം വരുന്നത് പ്രൊഹിബിഷൻ ആണ്. എന്തധികാരത്തിൻ്റെ പേരിൽ എന്നർത്ഥം വരുന്നത് കോവാറൻഡോ ആണ്. നാം സാക്ഷ്യപ്പെടുത്തുന്നു എന്നർത്ഥം വരുന്നത് സെർഷ്യോററി ആണ്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ശരീരം ഹാജരാക്കൽ എന്നാണ് ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നത് മൻഡാമസ് ആണ്. അത് അധികാര സ്ഥാനത്തെ കൊണ്ട് ഒരു പൊതു കർത്തവ്യം നടപ്പിലാക്കി കിട്ടാൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ്. ഇത് എന്താണ്? ഒരിക്കലും നമുക്ക് സ്വകാര്യ വ്യക്തിയിന്മേലോ ഗവർണറിന്മേലോ രാഷ്ട്രപതിയിന്മേലോ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടാണ് മൻഡാമസ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. റിട്ടിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്. അതേതു പരീക്ഷ ആയിക്കോട്ടെ, PSC പരീക്ഷകളിൽ റിട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. ഓരോ റിട്ടുകളെയും ഡീറ്റെയിൽ ആക്കി നമുക്കൊരു വീഡിയോ ചെയ്യാം. അതിന് മുൻപായിട്ട് ഈ റിട്ടുകളെ പറ്റിയുള്ള ഇത്രയും പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിച്ചു വെക്കുക.